ഹലോ, എല്ലാവരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിപ്പോൾ വൈകിട്ടത്തെ കുളി ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വേറെ വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, അമ്മ തരാം. അപ്പം ഞാൻ വേറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുഞ്ഞാപ്പിക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ബെഡ്റൂമിൽ ഇവിടെ കാണിച്ചു തരാം. ഒന്ന് ഇട്ട് കൊടുത്തേക്കാം, എന്നാലും സമാധാനം കിട്ടും. ഈ ലൈറ്റ് ഇട്ട് കൊടുക്കാനാണ് അവൻ പറയുന്നത്. ഞാൻ കൂട്ടില്ലാത്ത എന്തിനാ എന്നോട് കൂട്ടുകൂടാൻ വരുന്നേ? ഞാൻ കൂട്ടില്ല. ലൈറ്റ് ഓഫ് ആക്കിയില്ലേ അമ്മ? വീഡിയോ എടുക്കാൻ വന്നപ്പോ ലൈറ്റ് ഓഫ് ആക്കിയില്ലേ? ലൈറ്റ് ഓഫ് ആക്കിയില്ലേ അമ്മ വീഡിയോ എടുക്കാൻ വന്നപ്പോ? എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയത്? അമ്പടെ കള്ള. അമ്മ കൂട്ടില്ല, അമ്മ കൂട്ടില്ല, അമ്മ കൂട്ടില്ലാത്ത. വീട് അവിടെ ഇരുന്ന എന്നാ അച്ഛമ്മയാ? ഒരു ഉമ്മ തന്നെ, നമുക്കൊരു ഉമ്മ തന്നെ. ഒരു ഉമ്മ കൂടെ തന്നെ. അമ്മയോട് കൂട്ടുണ്ടോ? അമ്മന് ഇഷ്ടണ്ടോ? അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ ഞാൻ അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പൊ അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കിനും ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ നേരെയുള്ള അനിയത്തി. അപ്പൊ അവള് വിളിച്ചപ്പോഴത്തേക്കിനും ഒരു ആക്സിഡന്റ് കേസ് പറയാനായിട്ടാണ് വിളിച്ചത്. അപ്പം നമ്മൾ അറിയുന്നൊരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും 2 കുട്ടികളൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വന്ന് സ്കിഡായതാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വണ്ടി മറിഞ്ഞു. കുറച്ച് ഒരു താഴ്ചയുള്ള സ്ഥലത്തേക്കാണ് വണ്ടി മറിഞ്ഞത്. അപ്പം അത്രയും കേട്ടത് കൈയും കാലും ഒക്കെ തളർന്നു പോയിട്ടോ. അതിന് ഭയങ്കര വിറച്ചു പോയി ഞാൻ. നമ്മൾ അറിയുന്ന ഒരു ചേട്ടനാണ്. അവർക്കിങ്ങനെ വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ചേട്ടൻ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു, പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു ഞാൻ. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചേട്ടന് ഹാർട്ടിന് എന്തോ ഒരു വയ്യായികയുള്ള ആളാണ്. അപ്പം അതിൻ്റെ ചെക്കപ്പിന് എന്തോ കാര്യത്തിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ പിന്നെ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാതെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അന്നേരം ഇങ്ങനെ പറഞ്ഞു, വേറെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്ക് ചെറിയ ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചേച്ചിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചേട്ടൻ്റെ കാലിന് നന്നായിട്ട് പറ്റി. അപ്പോൾ ആ ചേട്ടൻ എണീറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കിനും ആകെ മനപ്രയാസമായി. അപ്പം അതുകൊണ്ട് വേറെ കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് എൻ്റെ ശ്രദ്ധ പോയില്ല. അപ്പം ഞാനത് കേട്ട പണിയൊക്കെ ഒരു തരത്തിൽ ഒതുക്കിയിട്ട് നേരെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു. ഒന്നാമതെ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് വിഷമം കൂടി. കാരണം നമ്മളമ്മമാരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ അറിയുകയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കിനും അതെനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു, എന്താണെന്ന് അറിയാത്തതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് എൻ്റെ ശ്രദ്ധ പോയില്ല. അപ്പോൾ വൈകിട്ടായപ്പോഴാണ് അനിയത്തി വിളിച്ച് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു, മെഡിക്കൽ കോളേജിലാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് വേറെ വീഡിയോയുടെ കാര്യങ്ങളിലേക്കൊന്നും ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു എല്ലാവരോടും ഒന്ന് പറയാം, നമുക്ക് ഫിനാൻഷ്യലി ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചത്.
അത്രേ ഉള്ളൂ. അബിയും കുഞ്ഞാപ്പിയും കുറേ നേരം എൻ്റെ അടുത്ത് ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണ്. അപ്പോൾ അവന് ഈ മിന്നുന്ന ലൈറ്റ് ഇടണം. അപ്പോൾ ആ മിന്നുന്ന ലൈറ്റ് ഇടുമ്പം മറ്റേ ലൈറ്റ് അവന് ഓഫാക്കുകയും വേണം. അപ്പം അതുകൊണ്ട് ഇവിടെ കിടന്നതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് കുറേ നേരം വഴക്കൊക്കെ കൂടിയിട്ട് അപ്പുറം പോയി. അച്ഛൻ അവിടെ സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. എന്താ ചെയ്യുക, ഇപ്പം വലിയ തുക വേണ്ടിയ ഒരു ഓപ്പറേഷനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കങ്ങനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനൊരു മാർഗ്ഗമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ക്ലച്ച് പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെയാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു സന്തോഷ കാര്യം കൂടി പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം നമുക്ക് 1000 സബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ എണീക്കുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കുന്നത് ഫസ്റ്റ് നോക്കുന്നതാണ് കേട്ടോ. എല്ലാവരും കമൻസ് സബ്ബായോ എന്നൊക്കെ ആയിരുന്നു നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ 1K കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എന്നെ സെർവ് ചെയ്യാനായിട്ട് അല്ല കുഞ്ഞ് ഹായ് പറ, ഹായ് പറ. ഞാൻ കുളിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. ഹായ് പറ. ഹായ് ഉണ്ടോ? എന്നാ ഹായ് പറ. രണ്ടുപേർക്കും പനിയൊക്കെ ആയിരുന്നു, കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ടിവിയുടെ ശബ്ദം കേൾക്കാവോ? അപ്പൊ അച്ഛന് സീരിയല് കാണുകയാണ്. അപ്പൊ അബിയും കുഞ്ഞാപ്പിയും അങ്ങോട്ട് പോയിട്ടോ. കുറെ നേരം എന്നെ ഇവിടെ വന്ന് ശല്യം ചെയ്തിട്ട് അവരങ്ങോട്ട് പോയിട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ കാര്യങ്ങൾ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. സീരിയൽ ടൈമാണിപ്പം. അച്ഛൻ സീരിയലൊക്കെ കാണും കേട്ടോ. അച്ഛൻ കാണുകയാണ് സീരിയല്. മക്കൾ കളിച്ച് നടക്കാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നാളെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.